തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ച ഈ മഹാസ്നേഹമത്രേ ഞങ്ങൾ വിവരിച്ചത്. അതുകൊണ്ടെന്താണ് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ കണ്ടോ അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോഥ മലമുകളിലേക്ക് കയറിപ്പോവുകയാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ തൂങ്ങിക്കിടക്കുകയാണ്. അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മുഖമിതാ നിന്നാപാത്രമായിട്ട് തീർന്നിരിക്കുന്നു. അവന്റെ മുഖമിതാ തുപ്പലിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അതേ, നമ്മുടെ അതിക്രമങ്ങളാൽ അവനിതാ ശിക്ഷ ഏൽക്കുകയാണ്. നമ്മുടെ അതിക്രമങ്ങളാൽ അവനിതാ ശരീരം തകർക്കപ്പെടുകയാണ്. അങ്ങനെ അടിയേറ്റ് തകർക്കപ്പെട്ടവൻ നമുക്ക് പകരമായിട്ട് നമ്മുടെ പാപ ചുമടുമായിരിക്കുന്ന കഴുകുമരം ചുമന്നുകൊണ്ട് ആ ഗോൽഗോഥ മലമുകളിലേക്ക് പോവുകയും അവിടെ ആകാശത്തിന് ഭൂമിക്ക് മധ്യേ അതിക്രമക്കാരോടുകൂടി അവനെ എണ്ണപ്പെട്ടു എന്നുള്ള ദൈവപുത്രനായിരിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന പാപത്തെ കുറിച്ച് എന്നിൽ ബോധം വരുത്തുവാൻ ആർക്ക് കഴിയുമെന്ന് പാപത്തെ വെല്ലുവിളിച്ചവന് 2 കള്ളന്മാരെ പോലെ, കള്ളന്മാരിൽ ഒരുവനെ പോലെ 2 കള്ളന്മാരുടെ മധ്യേ 3ാമതൊരു കള്ളനെ പോലെ ഈ മഹാഭാവികളായിരിക്കുന്ന മനുഷ്യർ ആ ക്രൂശിൽ തറയ്ക്കുമ്പോൾ അവൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച്, പിതാവേ, ഇവർ ചെയ്യുന്നവർ അറിയുന്നില്ല, പരിശുദ്ധനായിരിക്കുന്ന എന്നെ കള്ളന്മാരോട് എത്തി ഇവരുടെ പാപത്തെ അവിടെ ക്ഷമിച്ചു കൊടുക്കണമേ, ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. അതേ പ്രിയപ്പെട്ടവരെ, സകല പാപികൾക്കും മധ്യേ അവന്റെ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം, അവിശ്വസിക്കുന്നവർക്ക് നിത്യനാശം കൊടുക്കാനുള്ള ന്യായവിധിയായിട്ട് ആ ക്രൂശ് നടക്കി നിർത്തിയപ്പോൾ ആ യേശുക്രിസ്തു നമുക്ക് പകരക്കാരനായിട്ട് മരിക്കുകയാണ്. അടിയേറ്റ് തകർക്കപ്പെട്ട അവന്റെ ശരീരം നമ്മുടെ പാപം ചുമന്ന കഴുകുമരത്തിൽ മരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സകല മനുഷ്യരോടും പ്രസാദം തോന്നി.